ഗൈസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു ലാഗ് ഫിക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ലാഗ് ഫിക്സിങ് വീഡിയോ ചെയ്യാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഫയലും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ലാഗ് ഫിക്സിങ് കോൺഫിഗ് ഫയലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ ഡിവൈസിലൊന്നും ഫയലും കാര്യമൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ട് ഞാൻ ഫയലും കാര്യമൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ ടെസ്റ്റിംഗ് ഫയലാണ്, അതായത് ടെസ്റ്റിംഗ് ഫേസിലുള്ള ഒരു ഫയലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫയൽ യൂസ് ചെയ്ത് നോക്കണം. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യമൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യണം. ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ തുടർന്നും എനിക്ക് ഇതുപോലുള്ള ഫയലും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അതേപോലെ തന്നെ ഫയലും കാര്യമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് കമൻറ്റും കാര്യമൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡും കാര്യമൊക്കെ എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പാസ്വേഡും കാര്യം കിട്ടൂല. അപ്പോൾ ഇനി അധികം ടൈം ഒന്ന് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നോക്കുന്ന മുമ്പായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി ആദ്യം നോക്കാം. ആ ഒരു ടൂളിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മളോട് കുറേ ഓപ്ഷൻസൊക്കെ ഇവിടെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ മെയിൻ ഐ ഡിയിലേക്ക് സൈക്കിക് ഗെയിമേഴ്സ് എന്ന് പറയുന്ന മെയിൻ ഐ ഡിയിലേക്കാണ് ഞാൻ ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഞാൻ എത്ര ഫോളോവേഴ്സാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മിനിമം 50 ഫോളോവേഴ്സ് എങ്കിലും ആഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവിടെ ആഡ് ആയി കിട്ടൂ. അപ്പോൾ ഞാനിവിടെ 50 ഫോളോവേഴ്സ് എൻ്റെ മെയിൻ ഐ ഡിയിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ടോട്ടലി ഫ്രീ ആണ്, 5 പൈസ പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ടോട്ടലി ഫ്രീ ആയിട്ട് നമുക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് എൻ്റെ ഐ ഡിയിലേക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡായി വന്നിട്ടുണ്ട്. ടോട്ടലി ഫ്രീ ആണ്. ഇനി നമുക്ക് ഫയൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ZRCയിൽ വന്നതിന് ശേഷം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡിവൈസിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിവൈസ് മെമ്മറിയിലേക്ക് വരാം. ആൻഡ്രോയിഡിലെ ഡാറ്റയിൽ വന്നതിന് ശേഷം സിമ്പിളായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡാറ്റ ഇവിടുന്ന് കണ്ടുപിടിക്കാം. com.ttest.freefire.th എന്നാണ് അതിൻ്റെ ഡാറ്റേൻ്റെ നെയിം വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയൽസിൽ കണ്ടൻറ്റ് ക്യാഷിൽ വന്നതിന് ശേഷം ഓപ്ഷണൽ എന്ന് പറയുന്ന ഫോൾഡർ ഇവിടുന്ന് കട്ടടിക്കാം. കട്ടടിച്ചിട്ട് നമുക്ക് നേരെ ഡിവൈസ് മെമ്മറിയിലേക്ക് വരാം. എന്നിട്ട് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്ക് ഈ ഒരു ഓപ്ഷനൽ സിമ്പിളായിട്ട് പേസ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആദ്യം ഡിവൈസ് മെമ്മറിയിലേക്ക് വരാം. ആൻഡ്രോയിഡിലേക്ക് പോകാം. ഡാറ്റയിലേക്ക് പോയതിന് ശേഷം ഫ്രീ ഫയറിൻ്റെ ഡാറ്റ നമുക്ക് സിമ്പിളായിട്ട് ഡിലീറ്റ് അടിച്ച് കളയാം. അതായത് com.ttest.freefire.th എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ഡിലീറ്റ് അടിച്ച് കളയാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫയലിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഐ ഡി തന്നിട്ടുണ്ട്. അതിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ ബയോയിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു സംഭവം ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഫയലും കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ്സിലേക്ക് വരാം. എന്നിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡ് ഈ ഒരു വീഡിയോയിൽ തന്നെ തന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടാകുമ്പോൾ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു ഫോൾഡർ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഫയൽ കാണാൻ സാധിക്കും. നമ്മളുടെ ഫ്രീ ഫയറിൻ്റെ ഡാറ്റ കാണാൻ സാധിക്കും. അത് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഡിവൈസ് മെമ്മറിയിലേക്ക് പോകാം. ഡിവൈസ് മെമ്മറിയിലേക്ക് പോയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡിൽ പോയതിന് ശേഷം അവിടെ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡർ കാണും. ആ ഡാറ്റ ഫോൾഡറിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത സംഭവം ഇവിടെ പേസ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇത് ഡാറ്റ ഫോൾഡർ ഇവിടെ പേസ്റ്റ് ആവുന്നുണ്ട്. നമ്മളുടെ ഫ്രീ ഫയറിൻ്റെ ഡാറ്റ ഇവിടെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ച നമ്മളുടെ ഓപ്ഷണൽ ഫോൾഡർ ഇവിടെ വന്നിട്ട് പേസ്റ്റ് അടിക്കണം. അതിനോട് ഞാനിപ്പോൾ ബാക്കപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഡിവൈസ് മെമ്മറിയിൽ ബാക്കപ്പിലേക്ക് വന്നതിന് ശേഷം ഓപ്ഷണൽ ഇവിടുന്ന് കട്ടടിക്കുക ചെയ്യുന്നത്. കട്ടടിച്ചതിന് ശേഷം ഡിവൈസ് മെമ്മറിയിലേക്ക് വരാം. ആൻഡ്രോയിഡിലേക്ക് വരാം. ഡാറ്റയിലേക്ക് വരാം. ഡാറ്റയിൽ വന്നതിന് ശേഷം ഫ്രീ ഫയറിൻ്റെ ഡാറ്റ നമ്മളുടെ com.ttest.freefire.th ഫോൾഡറിലേക്ക് വരാം. ഫയൽസിലേക്ക് വരാം. ഫയൽസിലേക്ക് വന്നതിന് ശേഷം കണ്ടൻറ്റ് ക്യാഷിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫയലും കാര്യമൊക്കെ കംപ്ലീറ്റ്ലി അപ്ലൈ ആയി വന്നിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗെയിം പ്ലേ ചെയ്യാം.